ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا وبالوالدين إحسانا നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. ആ മാതാവിന്റെ മുഖത്ത് നോക്കി നീരസത്തിന്റെ പുച്ഛത്തിന്റെ ചെയ്യുന്ന വാക്ക് പോലും നീ പറഞ്ഞു പോകരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാക്കുന്ന, അവരുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാക്കുന്ന, അവരുടെ ഹൃദയത്തിന് ആനന്ദമുണ്ടാക്കുന്ന വാക്ക് മാത്രം നീ പറയണേ. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. നീ ഒരു പക്ഷെ റോഡിലൂടെ പോകുന്ന സമയത്ത് നിന്റെ വാഹനത്തിന് അകമ്പടി സേവിക്കാൻ മുന്നിലും പിന്നിലുമായി 10-15 വാഹനമുണ്ടായിരിക്കാം. ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സിലേക്ക് നീ ഒന്ന് കടന്നു പോയാൽ നിന്റെ ആഗമനം കൊണ്ട് രോമാഞ്ച പുളകിതരായ ആയിരക്കണക്കിന് അനുയായികള് നിന്റെ നാമം ഉരുവിട്ടുകൊണ്ട് മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് കുത്തിയേക്കാം. പക്ഷേ ആ മാതാവിന്റെ മുന്നിൽ നീ കേവലം ഒരു പൈതല് മാത്രമാ. ആ മാതാവിന്റെ മുന്നിൽ നീ കേവലം ഒരു കുഞ്ഞ് മാത്രമാ. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. ആ മാതാപിതാക്കളുടെ മുന്നിൽ താഴ്മയുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കണേ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആ മാതാക്കളും പിതാക്കളും മരിച്ചു കഴിഞ്ഞാൽ അവര് ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ നാവ് പൊന്തണം. അല്ലാഹ്, എപ്രകാരമാണോ എന്റെ മാതാപിതാക്കൾ എന്നെ സംരക്ഷിച്ചത്, എപ്രകാരമാണോ എന്റെ മാതാപിതാക്കൾ എന്നെ നോക്കിയത്, എനിക്കൊന്നും ഉരുവിടാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തില്, എനിക്ക് എന്റെ വേദനകളും നൊമ്പരങ്ങളും പറയാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തില് എപ്രകാരമാണോ റബ്ബേ എന്റെ മാതാവിനെ പരിചരിച്ചത്, അതുപോലെ എന്റെ മാതാവിനെ നീ ഖബറിന്റെ അകത്തളത്തിൽ പരിചരിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കലാകണം ഒരു മുസ്ലിമിന്റെ മനുഷ്യത്വത്തിന്റെ ABCD. അവിടെയാണ് മനുഷ്യത്വം തുടങ്ങുന്നത്. ഉമ്മാന്റെ കണ്ണുനീർ കാണുന്നിടത്താണ് മനുഷ്യത്വം തുടങ്ങുന്നത്. ഉമ്മാന്റെ ഹൃദയം മനസ്സിലാക്കുന്നിടത്താണ് മനുഷ്യത്വം തുടങ്ങുന്നത്. ഉപ്പാന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നിടത്താണ് മനുഷ്യത്വം തുടങ്ങുന്നത്. അവിടെയാണ് ഒരാൾ മനുഷ്യനായി മാറാൻ തുടങ്ങുന്നത്. അവിടെയാ ഒരാൾ മനുഷ്യത്വത്തിന്റെ വില തുടങ്ങുന്നത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? മാതാവിനെ കുറിച്ച് നമ്മൾ ജീവിതത്തെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. എന്റെ ചെവിയിലേക്ക് ഒരു പ്രാണി പോയി. ആ പ്രാണി 3 ദിവസം അവിടെ തന്നെ കിടന്നു. 3 ദിവസം ആ പ്രാണി അവിടെ തന്നെ കിടന്നു, വേദനിപ്പിച്ചു.